ഗൈസ്, വെൽക്കം ടു അവർ ഹോപ്സ്. ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇച്ചൂസിൻ്റെ അച്ഛൻ വരികയാണ്. സോ അതൊരു സ്പെഷ്യൽ ഡേ ആയിരിക്കുമല്ലോ. ഇച്ചൂസിനോട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഇന്ന് ഇച്ചൂസിൻ്റെ അച്ഛൻ വരുന്നൊക്കെ. ഇച്ചൂസ് നല്ല ഉറക്കമായിരുന്നു. പിന്നെ എയർപോർട്ടിലെത്തിയതും എയർപോർട്ട് കണ്ടതും ഇച്ചൂസിന് കാര്യം പിടികിട്ടി. ഇച്ചൂസിൻ്റെ അച്ഛൻ വരുന്നുണ്ട്. അപ്പം തന്നെ അവൾ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, ഇന്ന് അച്ഛൻ വരുന്നുണ്ടോ അമ്മ. കണ്ടില്ലേ, ഇച്ചൂസ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. എയർപോർട്ട് എത്തിയിട്ടാണ് എണീറ്റത്. എയർപോർട്ട് കണ്ടതും ആള് ഹാപ്പി. ആള് പിന്നെ അവളുടെ അച്ഛന് വേണ്ടി വെയിറ്റിംഗ് ആയിട്ടോ. ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു, പക്ഷെ ആള് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തു ഇന്ന് സോനു വരുന്നുണ്ട് എന്ന് പറയണ്ടായിരുന്നു. ആരിനെ നോക്കുന്നേ? സോനു വരൂ ഇന്ന്? ആര് പറഞ്ഞ? വരില്ല, സോനു വരില്ല. കണ്ടല്ലോ ഇച്ചൂസ് ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം നമ്മളത് പ്രതീക്ഷിച്ചില്ല. പക്ഷെ എയർപോർട്ട് കണ്ടതും അവള് ഗസ് ചെയ്തു കേട്ടോ. പിന്നെ എപ്പോഴും ഞങ്ങൾ ലേറ്റ് ആയിരിക്കും, ആരിനെ പിക്ക് ചെയ്യാൻ വന്നാലും ഡ്രോപ്പ് ചെയ്യാൻ വന്നാലും. പക്ഷെ ഈ പ്രാവശ്യം മാത്രം ഞങ്ങൾ നേരത്തെ എത്തി. അതും 1.5 മണിക്കൂർ മുമ്പ് ഞങ്ങൾ അവിടെ എത്തി. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. ഇച്ചൂസിന് അറിയില്ലല്ലോ നമ്മൾ നേരത്തെയാണ്. എപ്പോൾ വന്നാലും പെട്ടെന്ന് തന്നെ അച്ഛൻ വരും. പക്ഷെ ഇന്നാണെങ്കിൽ നല്ല നേരത്തെയായിരുന്നു. ഇച്ചൂസ് ആണെങ്കിൽ വെയിറ്റ് ചെയ്ത് ആൾക്ക് മതി. ആളുടെ ക്ഷമയൊക്കെ നശിച്ചു കേട്ടോ. അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇപ്പം തന്നെ സോനുവിനെ കാണണമെന്ന് പറഞ്ഞിട്ടായിരുന്നു വാശി. കുറച്ച് വെയിറ്റ് ചെയ്തിടാന്ന് പറഞ്ഞിട്ട് എവിടെ അവള് കേൾക്കുന്നൊന്നുമില്ല. പിന്നെ കുറച്ച് നേരമൊക്കെ നമ്മളവിടെ കളിപ്പിച്ചൊക്കെ നിന്നു. എന്നാലും ആൾക്ക് വലിയ മൂടൊന്നുമില്ലായിരുന്നു. ആൾക്ക് ഇപ്പം തന്നെ കാണണം എന്നായിരുന്നു. പിന്നെ ഇച്ചൂസ് പറഞ്ഞാൽ എനിക്ക് ഫോൺ ചെയ്ത് തന്നാൽ മതി സോനുവിനെ എന്നാണ്. അങ്ങനെ ഞങ്ങൾ അവളുടെ അച്ഛനെ ഫോണൊക്കെ ചെയ്തു കൊടുത്തു കേട്ടോ. പക്ഷെ അവളുടെ അച്ഛൻ ആദ്യം എടുത്തൊന്നുമില്ല. പിന്നെ അവൾ അച്ഛൻ വരുന്നതിന് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു കുറേ നേരം. അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഈ വീഡിയോ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ. അച്ഛനെയാ? ഇച്ചൂസിന് പിന്നെ അവളുടെ അച്ഛൻ വരുമ്പോൾ വീഡിയോ എടുക്കേണ്ട തിരക്കായിരുന്നു കേട്ടോ. പാവം കുറേ നിന്ന് വീഡിയോ എടുക്കണ്ടായിരുന്നു, പിന്നെ ഇരുന്ന് വീഡിയോ എടുക്കണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ വെയിറ്റ് ചെയ്ത് മതി. അതിനിടയിൽ ക്യാമറയൊക്കെ തുടക്കണ്ടായിരുന്നു. അമ്മ ക്ലിയർ ഇല്ല, അമ്മ തുടച്ചു കഴിഞ്ഞാൽ ക്ലിയർ വരുന്നൊക്കെ പറഞ്ഞ് ആള് ക്യാമറ മൊത്തം ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവൾക്ക് മതിയായിട്ടോ. അവൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ് ഞങ്ങള്. വേണ്ട പറ, ഇച്ചിരി കാണാൻ വരാൻ പറ. അച്ഛൻ കട്ടാക്കിയതല്ല, നീ കട്ടാക്കിയതാണ്. ചോക്ലേറ്റ് വാങ്ങിട്ടാ ഇരുന്നിരുന്ന് മതിയാണ് എനിക്ക്. അല്ലല്ല ഇത് എയർപോർട്ടിലെത്തി. ഇത് എയർപോർട്ട് തന്നെ. എവിടെ ചേച്ചി? ഇറങ്ങി പുറത്ത് വരുന്നു കേട്ടോ. അതാ ഓടിപ്പിക്കാം, അവിടെ ഓടിപ്പിക്കാം. അച്ഛൻ വരുന്നുണ്ട്, അടപ്പിക്കോ വെച്ചിപ്പിക്കോ. ഇതിൽ കൂടെ ചേരുക, ഇതിൽ കൂടെ വരിക. ആ പോലീസ് മാമ നിക്കണ. ആരെ വെയിറ്റ് ചെയ്യണേ? ഇച്ചൂസ് ഇതുപോലെ ആരും വെയിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തു.
ലാസ്റ്റ് അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവളുടെ മാമത്ത് ചോദിക്കണ്ടായിരുന്നു എന്താണ് ഇത്ര നേരം എത്താത്തത്. ആള് ഫോണൊക്കെ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛാ എവിടെയാണ് പറ ഞങ്ങൾ അങ്ങോട്ട് വരാന്നൊക്കെ. അവൾക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കുട്ടുവാണെങ്കിൽ പറ്റിക്കണ്ടായിരുന്നു ദാ അച്ഛൻ വന്നു എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അവൾക്ക് കരച്ചിലൊക്കെ വന്നു കേട്ടോ. അച്ഛനെ കണ്ടിട്ട് അവൾക്ക് വാശിയും എന്തൊക്കെയോ അവൾ കാണിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അവൻ്റെ മാമൻ അവളിനെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്തൂസിന്റെ പ്രതീക്ഷ മൊത്തം അവളുടെ അച്ഛൻ കൊണ്ടുവരുന്ന ചോക്ലേറ്റിലാണ്. ആ ചോക്ലേറ്റ് ആർക്കെന്നുള്ള തർക്കത്തിലാണ് ഇവര് മൂന്നാളും. കുട്ടൂര് നേരെയെ വേണം, ഇച്ചൂനൊന്നുമില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ ഡിസ്കഷനാണ് കേട്ടോ മൂന്നാളും കൂടി. ലാസ്റ്റ് അവർ തന്നെ ഒരു കോംപ്രമൈസിലെത്തി ആർക്കൊക്കെ എത്രയൊക്കെ മുട്ടായി കൊടുക്കണം എന്നുള്ളതിൽ. അത് കഴിഞ്ഞ് പിന്നെ ഇച്ചൂസിന്റെ അച്ഛനെ പിന്നെയും വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങി. നമ്മ അച്ഛൻ വരാത്തതെന്ന് ചോദ്യത്തോടെ പിന്നെയും അവള് വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ അവളുടെ അച്ഛൻ വന്നു കേട്ടോ. പക്ഷെ അച്ഛൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇച്ചൂസ് പിന്നെ അച്ഛാന്ന് വിളിച്ച് അവൾ എവിടെ ഇല്ലേന്ന് അച്ഛനെ കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുത്തു കേട്ടോ. ഞങ്ങൾ നിന്നെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു സോനു പോയത്. ഇച്ചൂസിന് പിന്നെ ഇച്ചൂസിന്റെ അച്ഛനെ കിട്ടിയപ്പോ വേറെ ആരെയും വേണ്ട, അവളുടെ അച്ഛനെ മാത്രം മതി. ആ പെട്ടിയിൽ മൊത്തം ചോക്ലേറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്ക് ഇത്രയും സ്നേഹം. എന്താണ് അച്ഛനെ കണ്ടിട്ട്? പിന്നെ ഇച്ചൂസ് ആരുടെ കയ്യിലും വരുന്നില്ല കേട്ടോ. നമ്മളൊക്കെ വിളിച്ചിട്ടും വേണ്ട ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്നോളാന്നും പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് മാത്രമായിട്ട് നിൽക്കാൻ കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമായി അച്ഛനെ കണ്ടപ്പോൾ. കാരണം ആളിന്ന് വരുന്നോട്ടും പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾ പറഞ്ഞില്ല. പക്ഷെ എയർപോർട്ട് കണ്ടപ്പോൾ ആൾ ഗസ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തില്ല. ഞങ്ങൾ ഓൾറെഡി 11:15 അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആരും ഫുഡും കഴിച്ചില്ല. സോനുകൂടി വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇച്ചൂസിനും വിശക്കുന്നൊന്നുമില്ലായിരുന്നു കേട്ടോ. കാരണം അവളുടെ അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം കാറിൽ കയറി നേരെ ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലെത്തിയിട്ടും ഇച്ചൂസിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നില്ലായിരുന്നു കേട്ടോ. ഇച്ചൂസിന് അച്ഛൻ മാത്രം മതി എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. അവിടെ കയറിയപ്പോൾ ഒരു ഫിഷ് അക്വേറിയം ഒക്കെ ഉണ്ടായിരുന്നു. ഇച്ചൂസിന് അത് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് പറഞ്ഞു. ഫുഡൊക്കെ വന്നിട്ടും ഇച്ചൂസ് അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മാറുന്നില്ല. എനിക്ക് അച്ഛൻ വാരിത്തന്നാൽ മതി, അമ്മ വാരിത്തരണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നല്ലത്, നിൻ്റെ അച്ഛൻ തന്നെ വാരിത്തരട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ തന്നെയാണ് കേട്ടോ വാരി കൊടുത്തതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു ലൈം സോഡ പറഞ്ഞു, അതും എനിക്ക് അച്ഛൻ തന്നെ തന്നാൽ മതി, എനിക്ക് അമ്മ തരണ്ടെന്നും പറഞ്ഞ്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടോ. പിറ്റേ ദിവസമായപ്പോൾ അവളുടെ സ്നേഹം കാണണ്ടേ അവളുടെ അച്ഛൻ്റെ അടുത്ത്. 1 ഡേ മാത്രമായിരുന്നു അവളുടെ ഭയങ്കര സ്നേഹം. അത് കഴിഞ്ഞപ്പം അവള് കറക്റ്റ് അവളുടെ സ്വഭാവം പുറത്തെടുത്തു അവളുടെ അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ.